മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കാനും അവരുടെ കുറ്റങ്ങളും കുറവുകളും നന്മയും ഒക്കെ ആസ്വദിക്കാനുമുള്ള മനുഷ്യരുടെ സ്വതസിദ്ധമായ താല്പര്യങ്ങളെ മുതലെടുത്തുകൊണ്ട് ആരംഭിച്ച റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ്. മലയാളത്തിലും ബിഗ് ബോസിന് ഇതിനോടകം ലക്ഷക്കണക്കിന് ആരാധകരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പേളിമാണിയും ശ്രീനീഷും തുടങ്ങിയ പ്രണയം മുതൽ ഇങ്ങോട്ട് ബിഗ് ബോസ് ഷോയ്ക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. ഓരോ സീസണിലും ഏതൊക്കെ മത്സരാർത്ഥികളാണ് വരുന്നത് എന്നതിനേക്കാളും ആരൊക്കെയാവും റിലേഷൻഷിപ്പിലാവുക എന്നതാണ് എല്ലാവർക്കും അറിയാറുള്ളത്. ബിഗ് ബോസിലെ റിലേഷൻഷിപ്പുകളൊക്കെ ആ രീതിയിലാണ് ആഘോഷിക്കപ്പെടുന്നത്. സാധാരണ മലയാളത്തിൽ ബിഗ് ബോസ് വരേണ്ട സമയം കഴിഞ്ഞു. വർഷത്തിൽ ഒന്നേ ഉള്ളുവെങ്കിലും ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ് ഷോ നടക്കുക. ഇനി അതുമല്ലെങ്കിൽ ഈ മാസങ്ങളിൽ പരിപാടിയുടെ ലോഗോ, പ്രൊമോ, ഫസ്റ്റ് ലുക്ക് എന്തെങ്കിലും ഒരു കാര്യം വരേണ്ടതാണ്. ബിഗ് ബോസ് മലയാളത്തിന് ഏഴാമതൊരു സീസൺ കൂടെ ഉണ്ടെന്ന് വിവരമില്ലാതെ എങ്ങനെ എന്നൊന്നും യാതൊരു ധാരണയുമില്ല. കുട്ടികൾക്ക് സ്കൂൾ അടച്ച സമയം കൂടിയായതിനാൽ ഷോ വിടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ആരാധകർ എത്തുന്നത്. ഇതിനിടെ ബിഗ് ബോസ് ഫാൻസ് ഗ്രൂപ്പുകളിലൂടെ ചില പ്രചരണങ്ങളും നടക്കുന്നുണ്ട്. അടുത്ത സീസൺ വൈകാതെ തുടങ്ങിയേക്കുമെന്നും അതിന് കാലതാമസം വരാനുണ്ടായ കാരണത്തെ പറ്റിയുമാണ് ഒരു എഴുത്ത് പ്രചരിക്കുന്നത്. അടിമുടി പുതുമകളുമായി ബിഗ് ബോസ് മലയാളം സീസൺ 7 വരുന്നു എന്ന തലക്കെട്ടോടുകൂടി മോഹൻലാലിന്റെ ഫോട്ടോ അടക്കമാണ് ഒരു പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചെന്നൈയിൽ നിലവിലുള്ള തമിഴ് ബിഗ് ബോസ് വീട് പോലെ ചെന്നൈയിൽ തന്നെ മലയാളം ബിഗ് ബോസിനും ഇനി മുതൽ സ്വന്തം വീടുണ്ടാകും എന്നാണ് കേൾക്കുന്നത്. പുത്തൻ മലയാളം ബിഗ് ബോസ് വീടിന്റെയും ഒപ്പമുള്ള സ്റ്റുഡിയോയുടെയും നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. സെലിബ്രിറ്റി ഓഡിഷനുകളും നടക്കുന്നതായി അറിയുന്നു. ലാലേട്ടൻ തന്നെയാണ് ഈ സീസണിലും ഹോസ്റ്റ് ആയി വരുന്നത്. ബിഗ് ബോസുമായി വളരെ അടുത്ത ചില അണിയറ പ്രവർത്തകരിൽ നിന്നും ലഭിക്കുന്ന വിവരം അനുസരിച്ച് ജൂലൈ മാസം ബിഗ് ബോസ് ഷോ ആരംഭിക്കാനാണ് സാധ്യതയുള്ളത് എന്ന് പറയപ്പെടുന്നു. എന്നാലും പുതിയൊരു വീടും സ്റ്റുഡിയോയും പണിതുയർത്തുമ്പോൾ വൈകാനും സാധ്യതയുണ്ട്. സാധാരണ മലയാളം ബിഗ് ബോസ് ലോഗോ പുറത്തു വന്നു കഴിഞ്ഞാൽ 50 മുതൽ 75 ദിവസത്തിനുള്ളിൽ സീസൺ ആരംഭിക്കാറാണ് പതിവ്. അങ്ങനെ ഒരു ലോഗോ വരാൻ വേണ്ടി കാത്തിരിക്കാം എന്നും പറഞ്ഞാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അതേസമയം ബിഗ് ബോസിനെ കാത്തിരിക്കുന്നവരും അത് വരണ്ടെന്ന് പറയുന്നവരും ഒക്കെയുണ്ട്. കഴിഞ്ഞ സീസണോടുകൂടി മതിയായെന്നാണ് ചിലരുടെ അഭിപ്രായം. തുടക്കം മുതൽ വഴക്കും ബഹളവും നിറഞ്ഞൊരു സീസണാണ് കഴിഞ്ഞുപോയത്. ഇടയ്ക്ക് മത്സരാർത്ഥികൾ തമ്മിലുള്ള കയ്യാങ്കളിയിൽ സിജോ മാത്യു എന്ന താരത്തിന് പരിക്ക് പറ്റിയത് വലിയ വിവാദമായിരുന്നു. അതുപോലെ പല പ്രശ്നങ്ങളും മത്സരാർത്ഥികൾ തമ്മിൽ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഒരു ടെലിവിഷൻ റിയാലിറ്റി ഷോയെ ആ രീതിയിൽ സമീപിച്ചാൽ പോരെ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. പുതുമകളോടെ മറ്റൊരു സീസൺ കാണാൻ കാത്തിരിക്കുകയാണ് എന്നും ഷോ മസ്റ്റ് ഗോ ഓൺ എന്നിങ്ങനെയുള്ള കമന്റുകൾ നീളുകയാണ്. അതേസമയം മത്സരാർത്ഥികൾ ആരൊക്കെയാവും എന്നതിനെ കുറിച്ചാണ് കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും. വലിയ താരങ്ങളെ കൊണ്ടുവന്നില്ലെങ്കിലും അത്യാവശ്യം ഗെയിമിനെ കുറിച്ച് ധാരണയുള്ള ആളുകൾ വരണം. അല്ലാത്ത പക്ഷം മത്സരം എന്താണെന്ന് പോലും അറിയാതെ അതിന്റെ ഭംഗി നഷ്ടപ്പെടുത്തുമെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ബിഗ് ബോസ് വീണ്ടും വരണമെന്ന് മനസ്സിലെങ്കിലും ആഗ്രഹിക്കുന്നവരാണ് പ്രേക്ഷകരെല്ലാം. എന്തൊക്കെ പുത്തൻ കൗതുകങ്ങളാകും പ്രേക്ഷകർക്ക് വേണ്ടി ബിഗ് ബോസ് അണിയറയിൽ ഒരുക്കുന്നത് എന്നുള്ള ആകാംക്ഷയിലാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്. വൈകാതെ ആകാംക്ഷകൾക്കൊക്കെ വിരാമം കുറിച്ചുകൊണ്ട് ബിഗ് ബോസ് സീസൺ 7 പ്രക്ഷേപം ആരംഭിക്കുമെന്ന് ഉറപ്പാണ്.